എവിടെ പോവാടേ? വർക്കല എന്ത് പരിപാടി? എന്ത് എന്ത്? അപ്പൊ ഗായ്സ് ഹാപ്പി ന്യൂ ഇയർ. ഗായ്സ് നമ്മൾ 66 നമ്മൾ 66 നമ്മൾ യാത്ര പോകാൻ പോകുന്നത്. നമ്മൾ വർക്കലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടിക്കകത്ത് പാട്ടിടാൻ നോക്കിയപ്പോൾ ഓക്സ് ഇല്ല. അപ്പോൾ നമുക്കൊരു ഓക്സ് മേടിക്കാം. അപ്പോൾ ഓക്സ് മേടിച്ചിട്ട് പടയം നോക്കിയാവേ. ഓ മൈ ഗോഡ് ഗായ്സ്, ഇതായാലും പറഞ്ഞാൽ എന്തായാലും നമ്മൾ എടുക്കും ഗൈസ്. കേട്ടോ ആഗ്രഹം എല്ലാം സാധിക്കാനുള്ള. എത്ര ബ്രോ അത്? 300. ഗൈസ് സാധനം കിട്ടി. സാധനത്തിന് 300 രൂപയായി. 300 എടേ 300. അങ്ങനെ 300 രൂപ ഓക്സും മേടിച്ച് ഞങ്ങൾ നേരെ വണ്ടിക്കകത്തോട് കയറി താണ്ട യാത്ര വീണ്ടും തുടങ്ങി നമ്മുടെ വർക്കലയിലേക്കുള്ള. അങ്ങനെ ആകെ മൊത്തം വൈബ്. പാട്ടൊക്കെ ഇട്ട് 2 സ്റ്റെപ്പൊക്കെ വെച്ച് വേൽ മുരുക വേൽ അങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ച് മുന്നോട്ട് പോവാം. പാട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ പാറു? നമ്മളിപ്പോൾ നീണ്ടര, കേരളത്തിലെ ഏറ്റവും നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് നീണ്ടര. തിരിച്ചു പോകുമ്പോൾ ഒരു എന്താ വേണം? സ്രാവിനെ മേടിക്കുന്നത്. സ്രാവ് വേണ്ട, അല്ലാത്ത മീൻ സ്രാവ് ഞാൻ കഴിക്കില്ല. ഏറ്റവും സൂപ്പർ മീൻ കിട്ടുന്ന സ്ഥലമാണ് നീണ്ടര, കൊല്ലം നീണ്ടര. നമ്മുടെ മമ്മൂട്ടി വരെ കൊല്ലത്തിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അതിനകത്തുള്ള സ്ഥലമാണ് നീണ്ടര. സൂപ്പറാണ്. നമ്മളിവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ പേരൊന്ന് മീൻ വരും. നല്ല വ്യവസായത്തിൽ മീൻ മേടിക്കുമ്പോൾ വലിയ മീനൊക്കെ നമ്മളിവിടുന്ന് കായംകുളത്ത് ഭാഗത്തുനിന്നൊക്കെ ആൾക്കാർ കൂടുതലും വന്ന് മേടിക്കുന്നത് നീണ്ടര. മീനുണ്ടെന്ന് പറയാതെ അറിയാൻ പറ്റിക്കും. അതെങ്ങനെയാണ് മീൻ ബന്ധപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ മണമൊക്കെ കാണും. നമ്മൾ കഴിക്കുന്ന സാധനമാണിത്, വേറെ ഒന്നുമില്ലല്ലോ. ആണോ? രസമുണ്ടല്ലേ അത് കാണാൻ? പള്ളികളും അല്ലേ എല്ലാം. കൊല്ലം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നേരെ ഫുഡ് കഴിക്കാൻ ചാടി വല്ലോട്ട് ഇറങ്ങി. വിശക്കുന്നു ഗൈസ്. ഫുഡ് അടിക്കാൻ ഗൈസ്. ഫുഡ് എക്സ്ക്യൂസ് മീ. ഫുഡ് അയ്യോ ഇപ്പോഴത്തെ ആളാണോ? ശരിക്കില്ല. കേരളത്തിന്റെ സംസ്ഥാന ഭക്ഷണമായ പൊറോട്ട തന്നെ കണ്ടോടെ. നമ്മളെ ലൈമോടെ പറഞ്ഞ കേസ് ലൈം ഇത് വെച്ചിപ്പം വേണോ? അനിയാ പോട്ടെ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് എത്തി. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. അടിപൊളി ഫുഡ് ആയിരുന്നു. ആ സെർവ് ചെയ്ത പയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, നൈസ് പയ്യന്മാരായിരുന്നു. അത് നല്ല എന്താ പറയുക, കോപ്പറേറ്റീവ് ആയിട്ടുള്ള നല്ല പയ്യന്മാരായിരുന്നു. വളരെ കൂളായിട്ട് നമ്മളോട് ഹാപ്പി ആയിട്ട് സെർവ് ചെയ്ത് തന്നു. അങ്ങനെ ആ ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് നമ്മൾ നേരെ പോന്നു വർക്കല. നമ്മുടെ ട്രിപ്പ് ഈസ് ഓൺ. ചെറിയ രീതിയിൽ പണി കിട്ടിയെന്ന് തോന്നുന്നു. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ടയർഡായോ? ഏയ് എന്ത് ടയർഡ്? 2026 ന്യൂ ഇയറല്ലേ, ടയർഡാൻ പറ്റത്തില്ല. ഫുൾ പവർ, ഫുൾ എനർജി. അപ്പോൾ എല്ലാവരും വൈബ് തുടങ്ങി കഴിച്ചു. അതുകൊണ്ട് ഇവിടെ വമ്പം വൈബ്. അവിടെ കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കാണാം. അടുത്തതും എടുത്താൽ ഗൈസ് ഇവിടെയും തകർത്ത പരിപാടിയാണ്. പക്ഷേ കോപ്പിറൈറ്റ് വരും ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ എല്ലാം പാട്ട് ടൈപ്പുണ്ട്. പക്ഷെ അത് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. അതാണ് പ്രശ്നം. നാത്തൂൻ ഓടിപ്പോടെ. റൺ ബേബി റൺ. 1 കിലോമീറ്റർ നടക്കണം കേട്ടോ. ബ്ലോക്ക് കണ്ടോ? എന്നാ ബ്ലോക്കാ എൻ്റെ അമ്മ. രക്ഷയില്ല കേട്ടോ.
വണ്ടികളെല്ലാം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തേക്കും, അങ്ങോട്ടൊന്നും ഒമയ്ക്കാൻ പറ്റത്തില്ല. എടേ ഓടി വാടേ പോരടേ. ഇവിടുത്തെ റിസോർട്ടുകളെല്ലാം ഓണാണ് ഗൈസ്, റിസോർട്ടുകൾ മൊത്തം ഓൺ. ഫുൾ വൈബ്. ഗൈസ് നമ്മളങ്ങനെ ക്ലിഫിലേക്കുള്ള എൻട്രൻസിലേക്ക് എത്തിക്കുന്നു. അത്യാവശ്യം തിരക്ക്, നല്ല രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരെ അകത്തേക്ക് ഇനി നടന്നില്ല, എന്താ ഫസ്റ്റ് ഒന്ന് കാണാലോ. ഇത് ഓപ്പോസിറ്റ് എന്തൊരു ഭയങ്കര തിരക്കില്ലയോ? ഭയങ്കര തിരക്കായി, ഒടുക്കത്തെ തിരക്ക്, രക്ഷയില്ല. ഓടിക്കൂടെ ഇപ്പൊ ഇതാ പോകുന്ന ലുട്ടാപ്പി. അങ്ങനെ ആ ലുട്ടാപ്പിയെ നോക്കി ഞങ്ങൾ നേരെ മുന്നോട്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് ദാണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ഏഞ്ചലിനെ കണ്ടത്. ടാറ്റയും കൊടുത്തിട്ട് നേരെ ഞങ്ങൾ താഴേക്ക്. സത്യത്തിൽ ഗൈസ് ഞങ്ങൾ വൈകുന്നേരം തന്നെ എത്തണമെന്ന് വിചാരിച്ചാൽ ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് എത്തണമെന്ന് വിചാരിച്ചാണ്. ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ടൊക്കെ വൈബ് ആസ്വദിക്കണം വിചാരിച്ചാണ്. പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നടന്നില്ല. കുഴപ്പമില്ല, വിഷമമില്ല ഗൈസ്, സന്തോഷം മാത്രം. അതിന് 2025 നമ്മളിവിടെ പറഞ്ഞു വിട്ട് 2026 നല്ലൊരു വർഷമാണെന്ന് വിചാരിച്ച് ആ ഒരു ഹാപ്പിനെസ് മൂഡിൽ നമ്മൾ നേരെ തണ്ട വൈബിലേക്ക് എത്തുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡുണ്ട്, മുമ്പേ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ല. അത്യാവശ്യം ഫോറിനേഴ്സും പുറത്തു നിന്നുള്ള ആൾക്കാരും ഇഷ്ടം പോലാണ്. പറയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ അറിയോ, ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസ് അല്ല ഞാൻ നോക്കിയിട്ട്, ഇഷ്ടം പോലെ തമിഴ്നാട്ടുകാരും കർണാടകക്കാരുമാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇഷ്ടം പോലെ മലയാളീസ് കുറവാണെന്ന് തോന്നുന്നു. കാരണം ഇവര് ഇഷ്ടം പോലെ ആൾക്കാർ, ഈ കർണാടകക്കാരൊക്കെ ഗോവയൊക്കെ വിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അപ്പം ഒപ്പത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്പേസ് ആണ് നമ്മൾ വർക്കലയിൽ നമ്മൾ മനസ്സിലാക്കണം. വർക്കല വേറെ ഒരു മൂഡാണ് ഗൈസ്. എല്ലാവരും വെൽ ഹാപ്പി, എന്തോ പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറും പെങ്ങളും ഒക്കെ ഹാപ്പി ആയിട്ട് ആ വൈബിൽ ഇങ്ങനെ ഓളം തല്ലി പോകണം. കണ്ടോ ബീച്ചിലുള്ള ആൾക്കാരെ കണ്ടോ ഗൈസ്, എന്തും വേണ്ടി ആൾക്കാരാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ക്രൗഡായിട്ട് നിൽക്കുകയാണ്. കുറേ പേര് ഇരിക്കുന്നുണ്ട്, ഹാപ്പിയാണ്, ഞങ്ങൾ സംസാരിക്കുന്നു, പറയുന്നു. അവിടെ ഇവിടെയൊക്കെ DJ പാർട്ടികൾ നടക്കുന്നു, പ്രത്യേക ഒരു വൈബാണ്. അത് ഈ കാണുന്ന ഈ ടീമല്ല, ഇതെല്ലാം തമിഴ്നാട്ടുകാരാണ്, മലയാളീസ് ഒന്നും അല്ല. പോലീസുകാരന്മാർ ന്യൂ ഇയറിനെ പറ്റി എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. പരിപാടി കഴിഞ്ഞാൽ ചൂരിൽ വെച്ച് അടിയും കിട്ടും. അങ്ങനെ കഴിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ താണ്ടെ അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു കളർ ലൈറ്റും ആ ഒരു സെക്ഷനും ഒക്കെ ചെയ്തേക്കുന്നുണ്ട്. വാ, എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റും. നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോവുക, എക്സ്പ്ലോർ ചെയ്യുക, ലൈഫിലെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. കാരണം ഈ ഒരു സമയം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടില്ല, അത് കിട്ടണമെങ്കിൽ അടുത്ത വർഷമാണ്. അങ്ങനെ ആയപ്പോഴാണ് ഈ മണ്ണുവാരി യന്ത്രത്തിനെ കണ്ടത്. ഇവനെല്ലാവരും മണ്ണ് വാരി എറിഞ്ഞ് ഈ ന്യൂ ഇയർ അവൻ ആഘോഷിക്കുകയാണ്. മണ്ണ് വാരി എറിഞ്ഞാണ് അവൻ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ക്യൂട്ട് ബേബി. അങ്ങനെ കുറച്ചു നേരം അവൻ്റെ കുസൃതിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ ഉള്ളവരെ എല്ലാം മണ്ണിൽ കുളിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ പോലും അവൻ വെറുതെ വിട്ടിട്ടില്ല, എല്ലാവരും മണ്ണിൽ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത കുഞ്ഞിൻ്റെ കലാവിരുത്. കണ്ടില്ലേ, ഈ കുഞ്ഞ് മണ്ണ് വാരി പ്രതിമയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിമ ഞാനാണ് ഗൈസ്. ഇതെല്ലാം കണ്ട് എന്തോന്നടേ എന്നുള്ള ചിന്തയിലിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞനിയത്തി. നാഗവല്ലി ഉണർന്നു എന്നൊക്കെയാണ് അവൾ അവിടെ നിന്ന് പറഞ്ഞത്. എന്തായാലും അവരുടെ സന്തോഷമല്ലേ, നടക്കട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ കണ്ട അവിടുന്ന് നേരെ ഇനി കുറച്ച് നേരം ഇവിടെ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആ പാട്ടിലേക്ക് അങ്ങെത്തി. അപ്പം എന്താ പിന്നെ മൊത്തത്തിൽ എൻജോയ്മെന്റ് മോഡ്. ഇനിയും മൊത്തം ന്യൂ ഇയർ മയമാണ് ഗൈസ് ഇവിടെ മൊത്തം.
അങ്ങനെ DJ ലൈറ്റൊക്കെ ഇട്ട് 2 ചെവിടൊക്കെ വെച്ച് ഞങ്ങൾ ആകെ മൊത്തം വൈബിൽ അങ്ങ് ആറാടുകയാണ് ഗൈസ്, ആറാടുകയാണ്. അപ്പോൾ അങ്ങനെ താണ്ട പറഞ്ഞു കയറുന്നപ്പോഴത്തേക്കും നമ്മുടെ തമിഴെണ്ണം മൊത്തത്തിൽ സെൻറ്റി, പാട്ടും കൂത്തും ബഹളമൊക്കെയായി. എന്തോ ലവ് ഡ്രോമയാന്ന് തോന്നുന്നു. ആ പാട്ട് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. അങ്ങനെ താണ്ട പറഞ്ഞ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ന്യൂ ഇയർ എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമ്പത്തും ആരോഗ്യമുള്ള ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും